കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ പ്രതികാര നടപടി തുടരുന്നതായി പരാതി. സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാറുടെ പി എ ഇപ്പോൾ മാറ്റിയതായി ആരോപണം. രജിസ്ട്രാർ KS അനിൽകുമാറിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് അൻവർ അലിയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. രജിസ്ട്രാറുടെ ഓഫീസിലെ സെക്ഷൻ ഓഫീസറെയും മാറ്റി. 24 ബ്രേക്കിംഗ് വാർത്തയുമായി അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം ചേരുന്നു. അലക്സ് റാം, യഥാർത്ഥത്തിൽ ഈ KS അനിൽകുമാറിനെ പുറത്താക്കിയതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ കലി അടങ്ങുന്നില്ല എന്ന് വേണോ കരുതാൻ? അങ്ങനെ തന്നെ വേണം കരുതാൻ. കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിൻ്റെ പ്രതികാര നടപടി അതും തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ KS അനിൽകുമാർ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട KS അനിൽകുമാർ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരുന്ന പശ്ചാത്തലത്തിലാണ് സിൻഡിക്കേറ്റ് ചേർന്ന് രശ്മിക്ക് രജിസ്ട്രാർ ഇൻചാർജ് ചുമതല നൽകിയത്. അതായത് പുതിയ രജിസ്ട്രാർ സർവകലാശാലയിൽ നിലവിലുണ്ട്. പക്ഷേ KS അനിൽകുമാറിന് പകരം മിനി കാപ്പന് രജിസ്ട്രാർ ഇൻചാർജുടെ ചുമതല നൽകിയത് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിനാണ്. ഇത്തരത്തിൽ മിനി കാപ്പൻ രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന സമയത്ത് ഇവരുടെ സർട്ടിഫിക്കറ്റുകളിൽ സീൽ വയ്ക്കുന്നതിനുള്ള ഇടപെടലൊന്നും ഓഫീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതായത് KS അനിൽകുമാറിൻ്റെ ഓഫീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. നേരത്തെ തന്നെ ചില പ്രതികാര നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർ സ്വീകരിച്ചിരുന്നു. അതായത് അനിൽകുമാറിൻ്റെ ശമ്പളം തടഞ്ഞു വെക്കുന്നത് പോലുള്ള ചില പ്രതികാര നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ചില പ്രധാനപ്പെട്ട നടപടികൾ കൂടി കൈക്കൊള്ളുന്നത്. അതിൽ KS അനിൽകുമാറിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് PA ആയ അൻവർ അലിയെ സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പകരം ചുമതല അസിസ്റ്റന്റ് രജിസ്ട്രാർ JS സ്മിതയ്ക്ക് നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, രജിസ്ട്രാറുടെ ഓഫീസിൽ സെക്ഷൻ ഓഫീസറെയും മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട 2 അച്ചടക്ക നടപടികളാണ് സർവകലാശാലയിൽ വൈസ് ചാൻസലർ കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിൽ വൈസ് ചാൻസലർ നൽകുന്ന വിശദീകരണം, ഇത്തരത്തിൽ സീലുകളൊന്നും നൽകാത്തത് കൊണ്ട് തന്നെ കുട്ടികളുടെ ഉപരിപഠനം, ഈ സർട്ടിഫിക്കറ്റുകൾ നൽകാനാകാത്തത് കൊണ്ട് കുട്ടികളുടെ ഉപരിപഠനം മുടങ്ങിയെന്ന ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നാണ് വൈസ് ചാൻസലറുടെ വിശദീകരണം. എന്താണെങ്കിലും ഈ പ്രതികാര നടപടി തുടരുന്നുണ്ട്. അതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.